ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞമ്മോ ജമ്മു നേരെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പിന്നെ ചാമ്പക്കാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെ എന്ത് പറയുന്നത് പറയണോ. അപ്പോൾ ഇതിൻ്റെ ചാമ്പക്കൻ്റെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നല്ല കഴുകിയിട്ട് ഞാനിപ്പോൾ ഇത് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇഫ്താർക്ക് വേണ്ടിയിട്ട്, നോമ്പ് തുറക്കാൻ. അപ്പോൾ ഇത് അല്ലാത്ത ടൈമിലും നല്ലതാണ്. പിന്നെ ഇത് നല്ല ഹെൽത്തി ഡ്രിങ്കുമാണ്. അതിൻ്റെ സീഡൊന്നും പോവാത്തനക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട്. സോയക്ക് പിന്നെ നല്ല ഇഷ്ടപ്പെട്ട ജ്യൂസാണ്. പറഞ്ഞെന്നൊക്കെയുണ്ടെങ്കിൽ ഇത് നല്ല പുളിയും മധുരവും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എങ്ങനെ ഉണ്ടാന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നല്ല എല്ലാവർക്കും നമ്മളെ പുറക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ടില്ല എന്നൊക്കെയുണ്ടെങ്കിൽ ചാമ്പൊക്കെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതൊന്നാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ജ്യൂസാണ്. പിന്നെ ഇത് സീസൺ അല്ലേ ഈ ടൈമിൽ. അപ്പോൾ നമ്മളെ നെയ്ബറിൻ്റെ അവിടെ കുറേ പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ എന്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 4.5 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ മധുരം കുറവ് വേണമെങ്കിൽ കുറവിടാം. അപ്പോൾ ഈ പുളിക്ക് ഒരു ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 4.5 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് തണുത്ത വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ വെള്ളമാണ് ആഡ് ചെയ്യുന്നുള്ളൂ, സോയക്ക് കൊടുക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ നല്ല തണുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് മിക്സിയിൽ റണ്ണാക്കിയിട്ട് വരാം. നമുക്ക് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പയിൽ കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ ഇടാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ സോയക്ക് ജ്യൂസ് വേണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോയ ജ്യൂസിന് ടേസ്റ്റ് നോക്കിച്ചല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ശരി. Thank you for watching.